രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല. രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. PR പ്രവീണയാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രവീണ, എന്തായാലും ഇന്നൊരു പകൽ മുഴുവൻ നീണ്ട ചർച്ചയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമോ എന്നുള്ളത്. കൂടുതൽ മുതിർന്ന നേതാക്കളടക്കം ഇക്കാര്യത്തിൽ കടുത്ത നിലപാടുമായി രംഗത്ത് വരികയും ചെയ്തു. ഒടുവിൽ എന്നാൽ ഇപ്പോൾ അതിലും വലിയ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. രാജിവെക്കില്ല, പകരം പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും എല്ലാം രാഹുലിനെ പുറത്താക്കാനുള്ള തീരുമാനം മാതൃകാപരമായിട്ടുള്ള നടപടി തന്നെയല്ലേ നേതൃത്വം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്? അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയായിരുന്നു മുതിർന്ന നേതാക്കളടക്കം എല്ലാവരും ആവശ്യപ്പെട്ടത്. ആ രാജിയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ എത്രത്തോളം എന്ന് നോക്കിയത്. അപ്പോൾ ഒരു വർഷത്തിനുള്ളിലാണെങ്കിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതില്ല എന്ന് പറയുമ്പോഴും 6 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള ചട്ടവുമുണ്ട്. അതനുസരിച്ച് BJPക്ക് കൂടി മേൽക്കൈയുള്ള ഒരു മണ്ഡലത്തിൽ ഒരു പക്ഷേ ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ഒരുങ്ങിയേക്കുമെന്നുള്ള നിയമോപദേശമാണ് കിട്ടിയത്. ആ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നത്. രാഹുലിന് സസ്പെൻഷൻ ഉണ്ടാകും പാർട്ടിയിൽ നിന്ന്. അപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പ്രതിരോധത്തിനാണ് ഇപ്പോൾ കോൺഗ്രസ് മുതിരുന്നത്. അതായത് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് രാഹുലിനെ പ്രതിരോധിക്കേണ്ട ആവശ്യം പാർട്ടി പ്രവർത്തകർക്കോ നേതാക്കൾക്കോ ഒന്നും വരുന്നില്ല. MLA അയാൾ തുടരുന്നത് അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ ധാർമ്മികതയാണ് എന്ന് പറഞ്ഞൊഴിയാം. അപ്പോഴും രാവിലെ മുതൽ തന്നെ ഇക്കാര്യം രാഹുലിന് ഒരുപക്ഷെ രാജിവെക്കേണ്ടി വരും, മുതിർന്ന നേതാക്കളടക്കം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞ ഉടനെ തന്നെ രാഹുൽ അതിവൈകാരികമായാണ് തനിക്ക് അടുപ്പമുള്ള നേതാക്കളോട് പ്രതികരിച്ചത്. MLA സ്ഥാനത്ത് നിന്ന് തന്നെ ഒഴിവാക്കിയാൽ താൻ പല നടപടികളും സ്വീകരിച്ചേക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ അതിവൈകാരികമായി തന്നെ അറിയിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷെ അത് കണക്കാക്കിയിട്ടല്ല, പകരം പാർട്ടിക്ക് ഉണ്ടായേക്കാവുന്ന തിരിച്ചടി കണക്കിലെടുത്താണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 2 അഭിപ്രായം ഉയരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം 6 വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്ത ആളുകളെ വരെ 6 മാസത്തിനുള്ളിൽ തിരിച്ചെടുത്ത ചരിത്രമുണ്ട് കോൺഗ്രസിന്. അപ്പോൾ സ്വാഭാവികമായും രാഹുലിന്റെ കാര്യത്തിൽ അത്തരത്തിലൊരു നീക്കത്തിന് സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാലും അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ച് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടികളായിരുന്നു വേണ്ടതെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. മുതിർന്ന വനിതാ നേതാക്കൾ അടക്കമുള്ളവർക്ക് ഈ ഒരു നിലപാടാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പാർട്ടിയിൽ നിന്ന് 6 വർഷക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു എന്ന് KPCCയുടെ സർക്കുലർ ഇറങ്ങിയ ശേഷം 6 മാസത്തിനുള്ളിലും 1 വർഷത്തിനുള്ളിലും പലരെയും തിരിച്ചെടുത്ത ചരിത്രമുണ്ട്. അപ്പോൾ തിരിച്ചു പറയാവുന്ന കാര്യം, അവർ ചെയ്ത കുറ്റം ഇതല്ല. ഏത് തരത്തിലുള്ള കുറ്റമാണെങ്കിലും ഒരു നടപടി ഉണ്ടായാൽ അതിനൊരു കാലാവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ കാലാവധിക്കുള്ളിൽ അല്ലാതെ അതിന്റെ പകുതി കാലം പോലും എത്താതെ ഇവരെയൊക്കെ തിരിച്ചെടുത്ത ചരിത്രമുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പാർട്ടിയുടെ മുഖമായി നിന്ന ഒരാൾക്കെതിരെ എടുക്കുന്ന സസ്പെൻഷൻ നടപടി അത് എത്രത്തോളം ശക്തമായ നടപടിയാണ് എന്നുള്ളതാണ് മറുവിഭാഗം ഉയർത്തുന്ന ചോദ്യം. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ അതിനെ പോയി നേരിടണം. ഉണ്ടായ കാര്യങ്ങൾ, പാർട്ടി എടുത്ത നടപടി, എന്തുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്നതടക്കം പൊതുജന മധ്യത്തിൽ വിശദീകരിക്കാൻ പാർട്ടിക്ക് കഴിയണം. അല്ലാത്ത പക്ഷം പാർട്ടി ചെയ്യുന്ന നടപടികൾ അത് രാഹുലിനെ ഒരു വശത്തുകൂടി സംരക്ഷിക്കാനുള്ള നടപടികളാണ് എന്ന് കരുതുന്ന ഒരു വിഭാഗവുമുണ്ട്. അവരും മുറുമുറുപ്പ് ഇപ്പോൾ ശക്തമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല, രാഹുലിനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കും. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. എന്നാൽ ഇന്ന് രാവിലെ മുതൽ മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും അടക്കം രാഹുലിന്റെ രാജിക്കായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള നടപടി മതിയാകുമോ, ഇത് നീതിപൂർവമായിട്ടുള്ള നടപടിയാണോ ഇത് എന്നുള്ള കാര്യത്തിലാകും ഇനി തുടർ ചർച്ചകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഭിന്നാഭിപ്രായം ഉണ്ടാകാൻ ഉള്ള സാധ്യതയുമുണ്ട്. കാരണം അത്രമാത്രം എതിർപ്പാണ് രാഹുലിനെതിരെ ഉയർന്നത്. രാഹുൽ രാജിവെക്കണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിന്ന് തന്നെയാണ് ഇന്ന് നേതാക്കളുടെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ആ വിവരങ്ങളാണ് PR പ്രവീണ നൽകിയത്.